നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കേരളത്തിലുണ്ട്. അദ്ദേഹം നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്ന് അദ്ദേഹം ഗുരുവായൂർ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്ര തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കനത്ത മഴയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൻ്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെടുത്തിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൻ്റെ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് മടങ്ങി പിന്നാലെ ഇന്ന് കൊച്ചി കളമശ്ശേരിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ സംവാദ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തീർച്ചയായിട്ടും ആദ്യം ഇന്ന് നിശ്ചയിച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്ര ദർശനമായിരുന്നു. പക്ഷേ ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇറങ്ങാനും സാധിച്ചില്ല. മാത്രമല്ല മറ്റു പരിപാടികളെ അത് ബാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലെ പരിപാടിക്ക് ശേഷം കാലാവസ്ഥ അനുകൂലമെങ്കിൽ അദ്ദേഹം വീണ്ടും ഗുരുവായൂരിലെത്തും എന്നാണ് നിലവിലെ പദ്ധതി. ഇന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങുകയും ചെയ്യും. ഇന്ന് തന്നെയാണ് മടക്കയാത്ര. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് രാവിലെ 8 മണി മുതൽ കളമശ്ശേരി ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് അറിയിപ്പ്. എന്തായാലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം അദ്ദേഹം നടത്തുമോ? ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായാൽ ആ ഒരു നീക്കം അദ്ദേഹം നടത്തുമോ എന്നതാണ്. അങ്ങനെയെങ്കിൽ മടക്കയാത്രയും വൈകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ ജഗ്ദീപ് ധൻഖറിന് ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. കൊച്ചി വിമാനത്താവളത്തിൽ ഉപരാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കറിന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. ഭാര്യ ഡോക്ടർ സുദേശ് ധൻഖർ, കുടുംബാംഗങ്ങളായ ആഹ്ഫ വാജ്പേയി, കാർത്തികേയ വാജ്പേയി എന്നിവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. മന്ത്രി പി രാജീവ്, ഹാരിസ് ബീരാൻ MP, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, DGP റാവാഡ ചന്ദ്രശേഖർ, കളക്ടർ NSK ഉമേഷ്, റൂറൽ SP M ഹേമലത, സിയാൽ MDS സുഹാസ്, സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ MS ഹരികൃഷ്ണൻ എന്നിവരാണ് ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാൻ എത്തിയത്. എന്തായാലും അപ്രതീക്ഷിത കാലാവസ്ഥ കാരണമാണ് അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങിയത്. ഔദ്യോഗിക പരിപാടികളെയും ബാധിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം സന്ദർശിക്കും എന്നത് നേരത്തെ നിശ്ചയിച്ച ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ 2 മണിക്കൂർ ദർശന ക്രമീകരണം അടക്കം ഏർപ്പെടുത്തിയിരുന്നു. ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 8 മുതൽ 10 മണി വരെ വിവാഹം, ചോറൂണ്, ക്ഷേത്ര ദർശനം എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവാഹം, ചോറൂൺ എന്നിവ രാവിലെ 7 മണിക്ക് മുമ്പോ 10 മണിക്ക് ശേഷമോ നടത്തേണ്ടതാണെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിരുന്നതാണ്. വിവാഹങ്ങൾ നടത്തുന്നതിനായി കൂടുതൽ വിവാഹ മണ്ഡപങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ക്ഷേത്രം ഇന്നർ റിംഗ് റോഡുകളിൽ അന്നേ ദിവസം രാവിലെ മുതൽ വാഹന പാർക്കിംഗ് അനുവദിച്ചിരുന്നില്ല. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കഴിയുന്നതുവരെ തെക്കേ നടയുടെ ഇരുവശങ്ങളുമുള്ള കടകൾക്ക് തുറക്കാനും അനുവാദമില്ലായിരുന്നു. അതേസമയം പ്രാദേശികം സീനിയർ സിറ്റിസൺ ദർശന ക്യൂ രാവിലെ 6 മണിക്ക് അവസാനിപ്പിക്കും. എന്തായാലും ഗുരുവായൂർ യാത്ര മുടങ്ങിയെങ്കിലും കൊച്ചിയിൽ തിരിച്ചെത്തിയ ഉപരാഷ്ട്രപതിയുടെ മറ്റു പരിപാടികൾക്ക് മാറ്റമില്ല. കളമശ്ശേരിയിൽ തിരിച്ചെത്തിയ അദ്ദേഹം രാവിലെ 10:55 നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ആശയവിനിമയം നടത്തുകയുണ്ടായി. നിയമ വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവാദിക്കുന്ന പരിപാടി രാജ്യത്തെ നിയമ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നി പറയാൻ ഉപരാഷ്ട്രപതിക്ക് അവസരം നൽകുകയുണ്ടായി. തുടർന്ന് ഉച്ച കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ മടക്ക യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ യാത്രയേക്കാൻ വിമാനത്താവളത്തിൽ എത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.